ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. ബീഫ് തന്നെ വെക്കലുണ്ട്, ഏത്തക്കായും തന്നെ നമ്മൾ കറി വെക്കലുണ്ട് അല്ലേ. എന്നാൽ ബീഫും ഏത്തക്കായും ഇട്ട് നല്ലൊരു വരട്ടുണ്ടാക്കിയാലോ, അടിപൊളിയായിരിക്കൂലേ. അപ്പോൾ ഇത് അങ്കമാലി സൈഡിലൊക്കെ അവൻ്റെ കല്യാണ തലേന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മളിവിടെ വയനാട്ടുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നല്ല കഴുകി വെള്ളമൊക്കെ നന്നായി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഏത്തക്ക തോല് കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു 6-7 വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കുക. പുളിക്ക് വേണ്ടി ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ഇച്ചിരി സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി. ഇതെല്ലാം കുറേശ്ശെയാണ് എടുത്തിട്ടുള്ളത്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ട പൊടികളൊക്കെ ഒന്ന് എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ബീഫ് മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല കളറൊക്കെ ഒന്ന് മാറി വരുന്നോടം വരെ ചൂടാക്കുക. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടുള്ള ബീഫ് ഐറ്റംസിലൊക്കെ പൊടി ചൂടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. അതുകൊണ്ട് ഇതിൽ പൊടി ചൂടാക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല. ഇത് നല്ല പൊടി നല്ല കണ്ടോ കളറൊക്കെ മാറി നന്നായി ചൂടാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫ് ഉപ്പ് ചേർത്ത് വേവിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഉപ്പ് ബീഫിലേക്ക് പിടിക്കാനൊക്കെ അതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഞരടി ഈ ബീഫിലേക്ക് ഈ പൊടികളൊക്കെ നന്നായി ഞരടി പിടിപ്പിച്ചെടുക്കണം. ഉപ്പും മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി കൈ കൊണ്ട് തന്നെ ഒരു 5-6 മിനിറ്റ് നന്നായി തിരുമ്മി പിടിപ്പിച്ച. ഞാൻ നന്നായി തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കായിട്ട് വേവിക്കുന്നില്ല, രണ്ടിൻ്റെയും വേവ് വ്യത്യാസമുണ്ടല്ലോ. എനിക്കിവിടെ കിട്ടുന്ന ബീഫ് 3 വിസിൽ മതി ഇത് വേവാൻ. അപ്പം ഞാനൊരു 2 വിസിൽ കഴിയുമ്പം ഓഫാക്കി അതിലേക്ക് ഇനി കായും കൂടെ ചേർത്തിട്ടാണ് 3ാമത്തെ വിസിലടിക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്ര വിസിലാണോ ബീഫ് വേവാൻ ആവശ്യമുള്ളത് അതിലും ഒരു വിസിലിന് മുന്നേ നിർത്തുക, എന്നിട്ട് കായും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് വിസിലടിപ്പിച്ചെടുക്കാം. ഇതാ 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ബീഫ് ഓഫാക്കിയായിരുന്നു. ഇനി അതിലേക്ക് കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തുറന്നു നോക്കുമ്പോൾ വെന്തിട്ടില്ല എങ്കിൽ അടച്ചു വെച്ച ആവശ്യത്തിന് വേവിച്ചെടുക്കാം കേട്ടോ. കായും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇനി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത് നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. അതിന് വേണ്ടി ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കടുകിടുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഒക്കെ എടുക്കാം. അതിലൊരു 3 ഏലക്ക, ഒരു 3-4 കഷ്ണം ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. ഇത്രയാണ് സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ ഗരം മസാല ചേർത്തിട്ടുണ്ട്, എങ്കിലും സ്പൈസസ് ഇങ്ങനെ റോ ആയിട്ട് ചേർക്കുന്ന സമയത്ത്
നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മുന്നോട്ടെടുത്ത് നിൽക്കും. കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വാടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കത് ഓഫാക്കാം. അപ്പോൾ നമ്മൾ പാകത്തിന് പൊടിയൊക്കെ ഈ ബീഫിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ പൊടിയൊന്നും ചേർക്കുന്നൊന്നുമില്ല. വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അത് മതി. ഇപ്പോൾ നമ്മൾ വഴന്ന് വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. തീ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ കിടന്നൊന്ന് മിക്സ് ആയാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇപ്പം എൻ്റെ കളറൊക്കെ നോക്കിയേ എന്ത് ഭംഗിയിലായിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. ഏത്തക്കായും അതുപോലെ തന്നെ ബീഫും ആ തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേനും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇനി അതിലേക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടി ഒരു പകുതി കഷ്ണം നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ സംഭവം. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ. ഏത്തക്കയും ബീഫ് വരട്ടിയത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എനിക്ക് നാട്ടിലേക്കൊക്കെ കല്യാണ തലേദിവസം പുഴുക്കായിട്ടൊക്കെ ഇത് കൊടുക്കലുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ കപ്പ ബിരിയാണി കൊടുക്കും, എല്ലും കപ്പയും കൂടി ഇട്ടിട്ട് വേവിച്ച് കൊടുക്കും. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കായും ബീഫും കടലയും അതൊക്കെ കൂടി ഇട്ടിട്ടുള്ളൊരു പുഴുക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം എങ്ങനെയായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. താങ്ക്